ഹായ് എവരിബഡി. ഈ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് സെം ബി.കോം ഓണേഴ്സിൻ്റെ സഞ്ചാർ കൗശൽ വികാസ് എന്ന ടെക്സ്റ്റിലെ മേ നീർ ഭരി ദുഃഖി ബദ്ലി മഹാദേവി വർമ്മ എഴുതിയ ഈ പോയമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മഹാദേവി വർമ്മയെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് പരിചയപ്പെടാം. അവർ ജനിച്ചിരിക്കുന്നത് 26 മാർച്ച് 1907 അവരുടെ മൃത്യു സംഭവിച്ചിരിക്കുന്നത് 11 സെപ്റ്റംബർ 1987 പ്രമുഖമായിട്ടുള്ള രചനകളാണ് ഗില്ലു, നീർജ, മേരെ പരിവാർ പദ് കെ സാത്ത്, സ്മൃതി കി രേഖായേ. അവർ തേടിയിട്ട് എത്തിയിരിക്കുന്ന ഒരുപാട് ബഹുമതികളുണ്ട്. അതിൽ പത്മഭൂഷൺ, ജ്ഞാൻപീഠ് പുരസ്കാർ, പത്മവിഭൂഷൺ ഒക്കെയാണ്. അപ്പോൾ നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. മേ നീർഭരി ദുഃഖി ബദലി. ബദലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദലാണ്, അതായത് മേഘങ്ങൾ. അതും നീർഭരി ദുഃഖി ബദലി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞ മേഘങ്ങൾ, കറുത്ത മേഘങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മേ നീർഭരി ദുഃഖി ബദലി, സ്പന്ദൻ മേ ചിർ നിസ്പന്ദൻ ബസ, ക്രന്ദൻ മേ ആഹത് വിശ്വഹസ. അതായത് മേ നീർഭരി ദുഃഖി ബദലി, ഞാൻ വെള്ളം നിറഞ്ഞ കറുത്ത മേഘമാണ് എന്നാണ് കവയിത്രി ഇതിൽ പറയുന്നത്. അതായത് ഈ ഒരു മേഘത്തിനെ സ്ത്രീയായിട്ട് കമ്പയർ ചെയ്തിട്ട്, അതായത് മേഘം എന്നത് സ്ത്രീയുടെ ജീവിതമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സ്പന്ദൻ മേ ചിർ നിസ്പന്ദൻ ബസ. സ്പന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷനിലായിരിക്കുന്ന മേഘം, നിസ്പന്ദൻ എന്ന് വെച്ചാൽ സ്റ്റില്ലായിട്ടിരിക്കുന്ന മേഘങ്ങൾ. ക്രന്ദൻ മേ ആഹത് വിശ്വഹസ. അനക്കം തട്ടുന്ന മേഘങ്ങൾ ഒരിക്കലും, അല്ലെങ്കിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങൾ ഒരിക്കലും മഴ പെയ്യിപ്പിക്കില്ല. നിസ്പന്ദനുള്ള അതല്ലെങ്കിൽ നിന്ന് പെയ്യുന്ന മേഘങ്ങളാണ് കൂടുതലായിട്ട് മഴ പെയ്യിപ്പിക്കുക എന്നാണ് ആ വാക്കുകളിലെ അർത്ഥം വരുന്നത്. ക്രന്ദൻ മേ ആഹത് വിശ്വഹസ. അതായത് ക്രന്ദൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചൽ, അല്ലെങ്കിൽ സൗണ്ടോട് കൂടിയിട്ടുള്ള കരച്ചലിനെയാണ് ക്രന്ദൻ എന്ന് പറയുന്നത്. ആഹത് വിശ്വഹസ, അതായത് മഴ പെയ്യുന്ന സമയത്ത് ലോകം തന്നെ മഴ പെയ്യുന്നത് ഒരു അനുഗ്രഹമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ സ്ത്രീയുടെ ജീവിതം തന്നെ സമൂഹത്തിന് ഒരു നന്മയായിട്ടുള്ള രീതിയിലാണ് ഇവിടെ കവിയത്രി ഉദ്ദേശിക്കുന്നത്. നയനോമേ ദീപക് സേജലത്തെ പൽക്കോമേ നിർജർണി മച്ചിലി. കണ്ണുകളിൽ, നയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളാണ്, ദീപക് എന്ന് വെച്ചാൽ വിളക്കുകൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണുകളിൽ ഉള്ള ആ തിളക്കമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അതേപോലെ ബാദലിൻ്റെ ഇടയിൽ ഉള്ള മിന്നലുകളാണ് കവിയത്രി ഇതിനോട് സാദൃശ്യം പ്രകടിപ്പിക്കുന്നത്. പൽക്കോമേ നിർജർണി മച്ചിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സങ്കടം കൊണ്ടും വിഷമം കൊണ്ടും അതുപോലെ സ്വയം ഇല്ലാതെ ആയി തീരുന്നിട്ട് സമൂഹത്തിനൊരു നന്മ ചെയ്തിട്ട് പോകുന്നതാണ് സ്ത്രീയുടെ ജന്മം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ കവിയത്രി ഈ വാക്കുകൾ പറയുന്നത്. ഇവിടെ ഭാവാർത്ഥം എന്ന രീതിയിൽ മാത്രമേ ഈ കവിത മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേർഡ് ടു വേർഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് നിങ്ങൾ ഓർത്തിട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ കാണാൻ. മേരെ പഗ് പഗ് സംഗീത് ഭര ശ്വാസോ മേ സ്വപ്ന പരാഗ്ജര. പഗ് പഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽപ്പാടുകൾ, ഫുട് പ്രിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സംഗീത് ഭര, അതായത് വേൾഡിലേക്ക് തന്നെ ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് ആശയാണ് എപ്പോഴും മുന്നോട്ട് കൊണ്ടുവരുന്നത് ഒരു സ്ത്രീ ജന്മം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിന് നന്മയും അതുപോലെ സ്ത്രീക്ക് ദുഃഖവുമാണ് ആ ജീവിതത്തിലുടനീളം എന്നാണ് കവിയത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് രീതിയിലും സംഗീതം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എപ്പോഴും സന്തോഷത്തിലും സങ്കടത്തിലും സംഗീതം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ആ ഒരു വരിയിലെ അർത്ഥം വരുന്നത്. ശ്വാസവുമേ സ്വപ്ന പരാഗ്ജരം. ശ്വാസങ്ങളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയോട് കൂടിയിട്ടാണ് സ്ത്രീ ജന്മം ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത് എന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ സ്വപ്ന പരാഗ്ജര എന്ന് വെച്ചാൽ, പരാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഗന്ധമാണ്. ആ സുഗന്ധം കൊണ്ടാണ് ജീവിതത്തിലേക്ക് വരുന്നത് സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം വരുന്നത്. നബ് കെ നവരംഗ് ബുൻതെ ദുക്കുൽ ഛായാമേ മലൈ ബായർ പലി. നബ് എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തിൽ പല നിറങ്ങളാണ് ബാദൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത്. അതായത് സൂര്യൻ്റെ പുറകിലായിട്ട് ബാദൽ പോയി നിൽക്കുന്ന സമയത്ത് സൂര്യൻ നല്ല റെഡ് കളറായിട്ടുള്ള രീതി, അതുപോലെ തന്നെ ഒരു മേഘം സൂര്യനെ മറയ്ക്കുകയാണെങ്കിൽ അത് ആ കളറ് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള കളറിലാണ് അപ്പോൾ സൂര്യനെ കാണുക. അതുപോലെ നല്ല കനത്ത മഴ കൊണ്ടുവരുന്ന മേഘങ്ങളാണ് സൂര്യനെ മൂടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം തന്നെ ഫുള്ളായി ഇരുട്ടായിട്ടുള്ള രീതിയിൽ മാറും. അത് കാരണം കൊണ്ടാണ് മേഘം വരുന്ന സമയത്ത് നബ് കെ നവരംഗ് ബുൻതെ ദുക്കുൽ എന്ന് വെച്ചാൽ ദുക്കുൽ വസ്ത്രങ്ങളാണ്. അതായത് നബിന്, അതായത് ആകാശത്തിന് പല രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ബാദൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഛായാ മേ മലൈ ബയാർ പലി, മേ ക്ഷിതിജ് ഭുക്കുട്ടി പർ ഘിർ ധൂമിൽ ചിന്താ കാ ഭാർ ബനി അവിരൽ. മലൈ പർവ്വതത്തിനെയാണ് ഇതിൽ പറയുന്നത്. മലൈ പർവ്വതത്തിലെ ഛായയും, അതായത് ഷാഡോയും നല്ല സന്തോഷം തരുന്നതും സുഗന്ധം തരുന്നതുമാണ്. മലൈ പർവ്വതം അതിൽ നിറയെ സ്പൈസസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിറയെ സുഗന്ധങ്ങളുള്ള കാറ്റാണ് അധികം വരുന്നത്. അപ്പം അതുപോലെ തന്നെ അവിടുത്തെ ഷാഡോയും അതേപോലെ നല്ലതാണ് എന്നാണ് കവിയത്രി ഇവിടെ ഓർക്കുന്നത്. മേ ക്ഷിതിജ് ഭുക്കുട്ടി പർ ഘിർ ധൂമിൽ ചിന്താ കാ ഭാർ ബനി അവിരൽ. മേ ക്ഷിതിജ് ഭുക്കുട്ടി പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷിതിജ് പറഞ്ഞ ഹൊറിസോൺ ആണ്, അതായത് ചക്രവാളത്തിൻ്റെ അറ്റങ്ങളിൽ കാണുന്ന ബുക്കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലുള്ള ഐബ്രോസിനെ പോലെയാണ് ഞാൻ എന്നാണ് പറയുന്നത്. ചക്രവാളത്തിൻ്റെ അറ്റങ്ങളിൽ കാണപ്പെടുന്ന ബുക്കുട്ടി പോലെയാണ് ഞാൻ. അത് എപ്പോഴും
ധൂമിലായിട്ടാണ് കാണുക, ബ്ലർഡായിട്ടാണ് നമുക്ക് എപ്പോഴും ചക്രവാളം കാണുക. ക്ലിയർ ആയിട്ട് ചക്രവാളം കാണാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ അതുപോലെയാണ്, ബ്ലറായിട്ടുള്ള ഒരു രീതിയിലേ എന്നെ കാണാൻ സാധിക്കുള്ളൂ. ചിന്താ കാ ഭാർ ബനി അവിരൽ, ജീവിതമേ ചിന്ത നിറഞ്ഞതാണ് എന്നാണ് കവിത്രി ഇതിൽ പറയുന്നത്. രജ്കൺ പർ ജൽകൺ ഹോ ബർസി നവജീവൻ അങ്കുർ ബൻ നിക്ലി. രജ്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിമണ്ണിൽ മഴ പെയ്യുന്ന സമയത്ത്, ജൽകൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ, ബർസി എന്ന് വെച്ചാൽ പെയ്യുക, നവജീവൻ അങ്കുർ ബൻ നിക്ലി. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മണ്ണിൽ മഴ പെയ്യിപ്പിക്കുന്ന സമയത്ത് പുതിയ ജീവനം മുളയ്ക്കുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്കുർ എന്ന് വെച്ചാൽ മുളയ്ക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ത്രീ ജീവിതം കൊണ്ട് ഒരു സമൂഹത്തിന് എപ്പോഴും നന്മ ഉണ്ടാവുള്ളൂ. അവർക്കത് തിരിച്ച് കിട്ടുന്നില്ല. നന്മ അവരുടെ ജീവിതത്തിൽ ചിന്തയും ദുഃഖങ്ങൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് കവിത്രി ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പത്കോ ന മലിൻ കർത്ത ആന പത് ചിന്ന ദേ ജാത്ത ജാന. അതായത് നമ്മൾ വരുന്ന റോഡ് അല്ലെങ്കിൽ വഴി നമ്മൾ ഒരിക്കലും മലിനമാക്കാൻ പാടില്ല എന്നാണ് കവിത്രി ഇതിൽ പറയുന്നത്. അതിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് മാത്രമേ ഈ ജഗത്തിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് കൊടുത്തിട്ട് പോകാൻ പാടുള്ളൂ. നമ്മുടെ നെഗറ്റീവ്നെസ് ഒരിക്കലും നമ്മൾ പദചിഹ്നങ്ങളായിട്ടുള്ള രീതിയിൽ, ഫുട് പ്രിൻറ്റ്സ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവിടെ ബാക്കി വെച്ച് പോകരുത് എന്നൊരു ഭാവാർത്ഥാണ് ആ വരികളിലുള്ളത്. സുധി മേരെ ആഗം കി ജഗ്മേ. സുധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷനാണ് ഉദ്ദേശിക്കുന്നത്, ജാൻകാരി എന്നൊക്കെയാണ് സുധി. പക്ഷേ ആ സുധി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ അല്ലെങ്കിൽ പെൺജന്മം വരുന്ന സമയത്ത് സംസാറിന് എപ്പോഴും സന്തോഷമാണ്, സുഖുക്കി സിഹരനാണ് വരാൻ പോകുന്നത്, സുഖമാണ് നൽകി പോകാൻ പോകുന്നത് ഒരു സ്ത്രീ ജന്മം. പക്ഷേ ആ സ്ത്രീ ജന്മത്തിന് പക്ഷേ എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മേഘത്തിന് എങ്ങനെയാണ് ആകാശത്തിൽ സ്ഥലമുണ്ടാവില്ല, അല്ലെങ്കിൽ ആകാശത്തിൻ്റെ ഒരു കോർണറിൽ പോലും അതിന് സ്ഥലം കിട്ടാറില്ല. വിസ്തൃത് നബ് കാ കോയി കോന. വിസ്തൃത് നബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആകാശത്തിൽ പോലും ഒരു കോർണർ പോലും ഒരു മേഘത്തിന് സ്വന്തം എന്ന് പറയാനുണ്ടാവില്ല. മേരാന കഭി അപ്ന ഹോന. എനിക്കും അങ്ങനെ തന്നെയാണ്, എൻ്റെയും ആരും സ്വന്തമായിട്ട് ഇല്ല എന്നാണ് കവിയത്രി ഇതിൽ പറയുന്നത്. വിസ്തൃത് നബ്ക കോയി കോന മേരാന കഭി അപ്ന ഹോന. ബാദലിനെ പോലെ തന്നെ ഒരു കോർണറും എനിക്ക് സ്വന്തമായിട്ടില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ കവിയത്രി. പരിചയ ഇത്തിന ഇതിഹാസ് യഹി ഉമടി കൽത്തി മിട്ട് ആജ് ചലി. അതായത് ഇതിൽ അവർ പറയുന്നത് ഇഷ്ടംപോലെയുള്ള ആൾക്കാർ പലരും പല രീതിയിലും ഈ ലോകത്തേക്ക് കടന്നു വന്നു. അവർ പരിചയം കൊടുത്ത് അവർ ഇതിഹാസമായിട്ട് മാറി, ഹിസ്റ്ററി ആയിട്ട് മാറി. അപ്പം അവർ എല്ലാം നശ്വരമാണ് ഈ ലോകത്തിൽ, ഒന്നും എപ്പോഴും നിലനിൽക്കാൻ പോകുന്നില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്, എൻ്റെ സ്ത്രീ ജന്മവും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇന്നലെ ഉണ്ടായി, ഇന്ന് ഞാൻ മിട്ട് ജാന എന്ന് വെച്ചാൽ ആവാൻ പോകുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തിൽ ഞാൻ സമൂഹത്തിന് നന്മ മാത്രമാണ് ചെയ്തിട്ട് പോകുന്നത്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാദൽ അല്ലെങ്കിൽ സ്ത്രീയുടെ ജീവിതത്തിനെയാണ് ഇവിടെ കവിയത്രി ഇത്രയും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഈ കവിതയിലെ പാർട്സാറായിട്ടുള്ള രീതിയിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്